പാകിസ്ഥാൻ ഇപ്പോൾ കഷ്ടകാലമാണ് എന്ന് പറയേണ്ടി വരും. ബലൂചിസ്ഥാനിലും സിന്ധു പഞ്ചാബ് പ്രവിശ്യകളിലുമൊക്കെ ആഭ്യന്തര കലാപം അതിൻ്റെ മൂർത്തിമത് ഭാവം കൈവരിച്ച് വലിയ രീതിയിലുള്ള പോരാട്ടം കനക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനുമായി ചർച്ച ചെയ്ത് അവിടുത്തെ പ്രശ്നങ്ങളെങ്കിലും പരിഹരിക്കാമെന്ന് കരുതിയാണ് ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം അഫ്ഗാൻ്റെ പ്രതിനിധികളുമായി ഒരു ചർച്ച നടത്തിയത്. അഫ്ഗാൻ്റെ ഉന്നതാധികാര സമിതി ജിർഗ എന്നാണ് പറയുന്നത്. ഈ ജിർഗയുമായി നടന്ന ഒരു ചർച്ചയുണ്ടായിരുന്നു. അതിൽ അനവധി വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് പോയിരുന്നെങ്കിലും പ്രധാനമായി തോർക്കാം അതിർത്തിയിലൂടെ ഈ തോർക്കാം അതിർത്തി കഴിഞ്ഞ കുറേ കാലമായി സംഘർഷഭരിതമാണ്. അത് അടച്ചിട്ടിരിക്കുകയാണ്. ഈ തോർക്കാം അതിർത്തി തുറക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ താലിബാൻ്റെ ആയിട്ട് ഇപ്പോൾ ഇല്ലെങ്കിൽ അഫ്ഗാൻ ഭരണകൂടവുമായിട്ട് പാകിസ്ഥാൻ ചർച്ചയ്ക്ക് പോയത്. എന്നാൽ അവിടെ അഫ്ഗാനിസ്ഥാൻ പണി കഴിപ്പിക്കുന്ന 2 സൈനിക പോസ്റ്റുകളുടെ പണി നിർത്തിവെക്കണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതോടുകൂടി ചർച്ച പൊളിയുകയായിരുന്നു. അഫ്ഗാനിസ്ഥാൻ പറഞ്ഞത് അത് സാധ്യമായ കാര്യമല്ല, ഇനി ചർച്ചയും ഇല്ല എന്ന് തന്നെ അവരെ അറിയിക്കുകയും ചെയ്തു. ഏതായാലും ഇതുമൂലം വലിയൊരു നഷ്ടം പാകിസ്ഥാന് സംഭവിക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാനിൽ നിന്നുള്ള ചരക്ക് ഗതാഗതവും മറ്റുമൊക്കെ ഈ തോർക്കാം ഇടനാഴിയിൽ കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ ആ അതിർത്തി അടച്ചു കഴിഞ്ഞാൽ വ്യാപാരബന്ധം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിലച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി എന്ന് തന്നെ പറയേണ്ടി വരും. ഒപ്പം തന്നെ പാക് ജനത ഭയക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നിലവിൽ ബലൂചിസ്ഥാനിലും സിന്ധിലും പഞ്ചാബിലുമൊക്കെ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി താലിബാൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമോ എന്നാണ്. കാരണം കഴിഞ്ഞ കുറേ കാലമായി പാകിസ്ഥാനെ കിട്ടുന്നിടങ്ങളിലൊക്കെ വെച്ച് ആക്രമിക്കുകയാണ് താലിബാൻ. അത് തങ്ങളാണെന്ന് പറയുന്നതിൽ ഒരു മടിയും അവർ കാണിക്കുന്നില്ല. ബലൂചിസ്ഥാനിലെ സംഘടനകൾക്കും പോരാളികൾക്കുമൊക്കെ നിർലോഭം പരസ്യമായി തന്നെ സഹായം ചെയ്തു വരികയാണ് അഫ്ഗാൻ ഭരണകൂടം. ഏതായാലും ഇപ്പോൾ തോർക്കാം ചർച്ചയ്ക്ക് പോയി തോറ്റുമടങ്ങിയിരിക്കുന്നു പാക് ഭരണാധികാരികൾ. അതിന് പിന്നാലെ പാക് ജനത വലിയ ഭയത്തിലാണ്. കാരണം പാകിസ്ഥാനിൽ എന്തും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു അന്തരീക്ഷവും സംജാതമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.